ഈ മോദിയുടെ അഡ്മിനിസ്ട്രേഷനോട് സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കണമെന്ന കാര്യത്തിൽ ഇതിനു മുൻപും തരൂർ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഭരണപരമായ നന്മകളെ പുകഴ്ത്തേണ്ടതുണ്ട് എന്ന് ഇതിന് മുൻപും അഭിപ്രായം പറഞ്ഞ് കോൺഗ്രസിനെ പ്രയാസത്തിലാക്കിയ ചരിത്രം തരൂരിനുണ്ട് എന്ന് ഓർക്കണം. അന്നും പക്ഷേ കർശനമായ നടപടിയിലേക്കൊന്നും AICC നേതൃത്വം പോയിട്ടില്ല. ഇത്തവണയും അങ്ങനെ ഒരു നടപടി ആലോചനയൊന്നും ഉണ്ടാവില്ല. പക്ഷേ സമ്പൂർണ്ണമായി അദ്ദേഹത്തെ തള്ളും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിഷാദ്, എന്തായാലും ട്രംപും മോദി കൂടിക്കാഴ്ചയിൽ നരേന്ദ്രമോദിയെ പ്രശംസിച്ച തരൂരിന്റെ പ്രസ്താവനയെ പൂർണ്ണമായും കോൺഗ്രസ് നേതൃത്വം തള്ളുകയാണ്. ഇത് കോൺഗ്രസിന്റെ നിലപാടല്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് വക്താവായ സുപ്രിയ ശ്രീനാഥ് ഇന്നലെ നമ്മളോട് വ്യക്തമാക്കിയത്. സുപ്രിയ ശ്രീനാഥ് ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിന്റെ നിലപാട് ഇതിനോടൊപ്പം തന്നെ വ്യക്തമാണ്. നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം പൂർണ്ണമായും ഒരു ദുരന്തമെന്നതാണ് ആ കോൺഗ്രസ് നിലപാട്. ഈ നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്ന് തന്നെ സുപ്രിയ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ശശി തരൂരിൻ്റെ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അതിൽ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ നിലപാടല്ല തരൂരിൻ്റേത് തന്നെ ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് കടന്നേക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നടപടി ഉണ്ടായേക്കുന്നില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ശശി തരൂർ ഒരു പ്രവർത്തക സമിതി അംഗമാണ്. കാരണം കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള സ്വാധീനം ശശി തരൂരിനുണ്ട്. കേരളത്തിലടക്കമുള്ള നേതാക്കൾ ഇതിനോടൊപ്പം തന്നെ കേരളത്തിലെ വിഷയത്തിൽ പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും നടപടികളിലേക്ക് AICC നേതൃത്വം കടക്കില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ തന്നെ നരേന്ദ്രമോദിയെ നമുക്കറിയാം, ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ കടത്തിയത് നടപടിയെ വിമർശിച്ചില്ല. പക്ഷേ അവരെ ഇന്ത്യയിലേക്ക് കയറ്റിവിട്ട സാഹചര്യം അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതിൽ മാത്രമാണ് തരൂർ ചില വിമർശനം ഉന്നയിച്ചത്. പക്ഷേ അതൊരു വിമർശനം മാത്രമായതില്ല, ഇത്തരം നടപടി ഒഴിവാക്കണമെന്ന് മാത്രമായിരുന്നു തരൂർ പറഞ്ഞത്. പക്ഷേ ഇതിനെ പൂർണ്ണമായും കോൺഗ്രസ് നേതൃത്വം തള്ളുകയാണ്. കോൺഗ്രസിന്റെ നിലപാട് അല്ല ശശി തരൂരിന്റെ നിലപാടെന്ന് തന്നെ കോൺഗ്രസ് നേതൃത്വം, കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നു. പ്രധാനമായും ഇതിന് ചൂണ്ടിക്കാണിക്കുന്നത് നരേന്ദ്രമോദി അമേരിക്കയിൽ ചെയ്തത് അദാനിയെ സംരക്ഷിക്കാനുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്ന നിലപാട് വരെ ട്രംപ് സ്വീകരിച്ചു. പക്ഷേ ഇതിലെല്ലാം നരേന്ദ്രമോദി മൗനം പാലിക്കുകയായിരുന്നുവെന്നും സുപ്രിയ വിമർശനം ഉയർത്തുകയാണ്. എന്തായാലും കേന്ദ്ര നേതൃത്വത്തിൽ, കേന്ദ്ര നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ശശി തരൂരിന്റെ നിലപാടിനെ തല്ലുന്ന ആ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ശശി തരൂരിനോട് ഒരു നിലയ്ക്കും യോജിക്കാൻ കഴിയില്ല എന്നും, കോൺഗ്രസ് ഒരു ഡെമോക്രാറ്റിക് പാർട്ടി ആയതുകൊണ്ട് എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ സ്റ്റാൻഡ് മോദിയുടെ അമേരിക്കൻ സന്ദർശനം ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ച് ദുരന്തമായിരുന്നു എന്നാണ് സുപ്രിയ ശ്രീനാഥ് അല്പസമയം മുൻപ് മീഡിയ വണ്ണിനോട് വ്യക്തമാക്കിയത്. അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.